റബ്ബനാ വബഅഥ ഫീഹിം റസൂലൻ മിൻഹും യത്ലൂ അലൈഹിം ആയാതിക വയുസക്കീഹിം. അല്ലാഹുവിന്റെ ഹബീബ് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശുദ്ധീകരണ പ്രവർത്തനം നബിയെ സ്നേഹിക്കുന്നവരിൽ ഇന്നും നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സത്യം. പിന്നെ എന്തുകൊണ്ടാണ് നമ്മളിൽ നടക്കാത്തത്? നമ്മൾ യഥാർത്ഥത്തിൽ നബിയെ സ്നേഹിക്കാത്തത് കൊണ്ട് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. പ്രത്യക്ഷമായ ചില അമലുകളുടെ ചേഷ്ടകൾ കൊണ്ട് നാം നബിയെ സ്നേഹിക്കുന്നു എന്ന് വരുത്തി തീർക്കും. അതിന് കൂലി കിട്ടുമോ ഇല്ലേ എന്നത് ഇവിടെ വിഷയം തന്നെയല്ല. അതിന് കൂലി കിട്ടാൻ കിട്ടാതെ അത് വേറെ വിഷയം, അത് ഇവിടെ ചർച്ചയല്ല. ഇത് കൂലിയുടെ ചർച്ചയുടെ ഒരു വിഷയമല്ല. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിലേക്ക് സ്വന്തം നഫ്സിനെ ഒരാൾ വിട്ടുകൊടുത്താൽ അയാളിൽ ആ ശുദ്ധീകരണ പ്രവർത്തനം ഇന്നും നടന്നുകൊണ്ടിരിക്കും എന്ന് വിശ്വസിക്കുന്ന സത്യവിശ്വാസികൾ, മുഅ്മിനീങ്ങൾ, സുന്നികളായ ലോകത്തെ കോടിക്കണക്കായ മുഅ്മിനീങ്ങൾക്ക് വേണ്ടിയാണ് ഞാൻ ഇത് പറയുന്നത്. ഈ പ്രയാസകരമായ കാലത്തെ പരിഹാരം മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഏത് കാലത്തെ പരിഹാരവും ഹബീബായ നബി. എന്തുകൊണ്ട്? വമാ അർസൽനാക ഇല്ലാ റഹ്മത്തൻ ലിൽ ആലമീൻ. വമാ അർസൽനാക ഇല്ലാ റഹ്മത്തൻ ലിൽ ആലമീൻ. സകലർക്കും റഹ്മത്തായിട്ടല്ലാതെ അങ്ങേ അയച്ചിട്ടില്ല. അപ്പോൾ ഹബീബായ നബി സ്വപ്നത്തിൽ വന്നാലും റഹ്മത്താണ്, യഖ്ലത്തിൽ വന്നാൽ റഹ്മത്താണ്. അങ്ങേ നാം അയച്ചിട്ടില്ല. വമാ അർസൽനാക ഇല്ലാ റഹ്മത്തൻ ലിൽ ആലമീൻ. സ്വപ്നത്തിലേക്ക് ഹബീബായ നബി അയക്കുന്നതും അള്ളാഹു തന്നെയാണ്. യഖ്ലത്തിൽ അള്ളാഹുവിന്റെ ഹബീബിനെ നമ്മിലേക്ക് അയക്കുന്നതും അള്ളാഹു തന്നെയാണ്. ഞാനൊരു പ്രവിശാലമായ അർത്ഥത്തിൽ പറയുകയാണ്. പ്രവിശാലമായി പറഞ്ഞ AD 571 ഭൗമമണ്ഡലത്തിന്റെ മുകളിൽ ഉദയം കൊണ്ട് അള്ളാഹുവിന്റെ സിറുൽ അസ്റാറായ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ലോകത്തെ എല്ലാവർക്കും അനുഗ്രഹം. മനാമിൽ വന്നാലോ റഹ്മത്താണ്, യഖ്ലത്തിൽ വന്നാലോ റഹ്മത്താണ്. ഏറെയേറെ അള്ളാഹുവിന്റെ ഹബീബിനെ കൊണ്ടല്ലാതെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ കഴിയൂല. പ്രശ്നത്തിന്റെ നിലവിലുള്ള സാഹചര്യം നമുക്കറിയാമല്ലോ. തൊബക്കൻ അൻ തൊബക്ക്, അട്ടിയട്ടിയായി പ്രശ്നങ്ങൾ ഇന്ന് അധികരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലമാണ്. ഏറ്റവും വലിയ പ്രശ്നം ഇർലാലി തന്നെയാണ്, ജനങ്ങളെ പിഴപ്പിക്കൽ. ദുആത്തുൻ അലാ അബ്വാബ് ജഹന്നം ഫമൻ അജാബഹു ഖദഫൂഹു ഫീഹാ എന്ന് മുത്ത് മുഹമ്മദ് മുസ്തഫ. നരകത്തിന്റെ വാതിൽക്കൽ പ്രബോധകന്മാർ വരുന്ന ഒരു കാലമാണ്. ആ പ്രബോധകന്മാർക്ക് ഉത്തരം കൊടുത്താലും ആ വ്യക്തി ആ പ്രബോധകന്മാർ കൊണ്ടുപോയി നരകത്തിലെത്തിക്കുമെന്ന് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നരകത്തിന്റെ വാതിൽക്കൽ പ്രബോധകന്മാർ വന്നു നിൽക്കുമെന്ന് പറഞ്ഞാൽ അത് ഈ കാലം തന്നെയാണ്. ഇനി അതിനേക്കാൾ പ്രബോധകന്മാർ നരകത്തിന്റെ പ്രബോധകന്മാർ എന്ന് പറയാനുള്ള കാരണം എന്താ? ഖുർആനോടും ഹദീസോടും. എന്നിട്ട് ജനങ്ങൾ നരകത്തിൽ പോകാനുള്ള വഴി അവർ തുറക്കും. ഫമൻ അജാബഹും ഖദഫൂഹു ഫീഹാ. ആര് അവർക്ക് വഴിപ്പെട്ടാലും അവരെ കൊണ്ട് നരകത്തിൽ എറിയും. ഇങ്ങനെ ഒരു ഭയാനകമായ കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. രക്ഷ എന്താണ്? രക്ഷ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ സ്നേഹം വർദ്ധിപ്പിക്കലാണ്. അള്ളാഹുവിന്റെ ഹബീബിൽ സ്നേഹം വർദ്ധിച്ചാൽ അള്ളാഹുവിൽ സ്നേഹം വർദ്ധിക്കും. അള്ളാഹുവിന്റെ ഹബീബിൽ സ്നേഹം വർദ്ധിക്കലല്ലാതെ അള്ളാഹുവിലെത്താൻ ഒരു വഴിയുമില്ല. ഇന്ന് നാം സ്നേഹം വർദ്ധിക്കുന്നു എന്ന് പറയും, പക്ഷെ സ്നേഹം യഥാർത്ഥത്തിൽ വർദ്ധിക്കുകയില്ല. ബാഹ്യമായ സുന്നത്തുകൾ മനുഷ്യന് കൂലി ലഭിച്ചോ ലഭിച്ചില്ലേ എന്നത് നമ്മുടെ ചർച്ചയല്ല. പക്ഷേ ബാഹ്യമായ സുന്നത്തിന്റെ ചേഷ്ടകൾ കൊണ്ടൊന്നും പുണ്യ റസൂലിന് സ്നേഹം വർദ്ധിക്കൂല സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അള്ളാഹുവിന്റെ ഹബീബിനെ അവൻ ആഗ്രഹിക്കണം. അള്ളാഹുവിന്റെ ഹബീബിന്റെ റുഹിയത്ത് ആഗ്രഹിക്കണം. അത് മനാമിലായാലും യഖ്ലത്തിലായാലും. ഇനി നിലവിലുള്ള കാലഘട്ടത്തെ തന്നെ പറയാം. അനവധി തവണ പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ യഖ്ലത്തിൽ കണ്ടിരുന്ന അനവധി ആളുകളെ 20-ാം നൂറ്റാണ്ടിൽ എനിക്കറിയും. അവരുടെ താരീഖുകൾ ഞാൻ പരതുകയും പഠിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇതിനിടയിൽ ഇൻഷാ അല്ലാഹ് പറഞ്ഞു. 20-ാം നൂറ്റാണ്ടിൽ ആരൊക്കെ നിഷേധിച്ചാലും അള്ളാഹുവിന്റെ ആരിഫീങ്ങളായ സുദ്ദീഖീങ്ങളായ ആളുകൾ 20-ാം നൂറ്റാണ്ടിൽ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ യഖ്ലത്തിൽ അനവധി തവണ, ഒന്നും രണ്ടും അല്ല, അനവധി തവണ കണ്ട മഹത്തുക്കളെ, 20-ാം നൂറ്റാണ്ടിലുള്ള മഹത്തുക്കളെ പോലും എനിക്കറിയും. 21-ാം നൂറ്റാണ്ടിലെ മഹത്തുക്കളെയും അറിയും റബ്ബിന്റെ സഹായത്താൽ.
പ്രവർത്തനം ഇന്നോ ഇന്നലെയോ നടക്കുന്നതല്ല. പുണ്യ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വഫാത്തിന്റെ ശേഷം ഇന്ന് വരെയുള്ള 14 നൂറ്റാണ്ട് കാലം ഈ യഖ്ലത്തിൽ ഹബീബായ നബിയെ കാണുക എന്നത് മനാമ് പോലെ തന്നെ വ്യക്തികൾ ചുരുക്കമാണെങ്കിൽ പോലും എല്ലാ കാലത്തും നടന്നിട്ടുള്ള ഒരു സത്യമാണ്. അവരൊക്കെ എന്തായി? അവരൊക്കെ ഹബീബായ നബിയിൽ സ്നേഹം വർദ്ധിച്ചവരായി. അവരാഗ്രഹിച്ചു, അല്ലാഹു നടത്തി കൊടുത്തു. അവരുടെ മഹബത്ത്, ഉന്നതമായ മഹബത്ത് കൊണ്ട്, അതുകൊണ്ട് അവർക്കുണ്ടായ സഫാഉൽ ഖൽബ് കൊണ്ട് അവരുടെ ഹൃദയം ശുദ്ധിയായി. ഹൃദയത്തെ ശുദ്ധിയാക്കേണ്ട ആൾ മുഹമ്മദ് മുസ്തഫയാണ്. യത്ലു അലൈഹിം ആയാതിഹി വയുസക്കീഹിം. ആ തസ്കിയത്ത് ഇന്നും നടന്നുകൊണ്ടേയിരിക്കും. പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്താകുന്നതോടുകൂടെ അവിടുത്തെ കയ്യിൽ ഏൽപ്പിച്ച തസ്കിയത്തെ ശുദ്ധീകരണ പ്രവർത്തനം അവസാനിച്ചിട്ടുണ്ട് എന്ന് വിശ്വസിക്കുകയും പറയുന്നവരും ചെയ്യുന്ന നിഷേധികളായ ആളുകൾക്ക് വേണ്ടിയല്ല ഈ പ്രഭാഷണം. ഇതൊരു വാഗ്വാദവുമല്ല, ഇതൊരു വാദപ്രതിവാദവുമല്ല. അതൊന്നും ഞാൻ ഉദ്ദേശിക്കുന്നുമില്ല. അവരൊന്നും വാഗ്വാദത്തിനും ഞാനില്ല. ربنا وبعث فيهم رسولا منهم يتلو عليهم آياتك ويزكيهم. അല്ലാഹുവിന്റെ ഹബീബ് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശുദ്ധീകരണ പ്രവർത്തനം നബിയെ സ്നേഹിക്കുന്നവരിൽ ഇന്നും നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സത്യം. പിന്നെ എന്തുകൊണ്ടാണ് നമ്മളിൽ നടക്കാത്തത്? നമ്മൾ യഥാർത്ഥത്തിൽ നബിയെ സ്നേഹിക്കാത്തത് കൊണ്ട് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. പ്രത്യക്ഷമായ ചില അമലുകളുടെ ചേഷ്ടകൾ കൊണ്ട് നാം നബിയെ സ്നേഹിക്കുന്നു എന്ന് വരുത്തി തീർക്കുക. അതിന് കൂലി കിട്ടുമോ ഇല്ലേ എന്നത് ഇവിടെ വിഷയം തന്നെയല്ല. അതിന് കൂലി കിട്ടാൻ കിട്ടാതെ അത് വേറെ വിഷയം. അത് ഇവിടെ ചർച്ചയല്ല. ഇത് കൂലിയുടെ ചർച്ചയുടെ ഒരു വിഷയമല്ല. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിലേക്ക് സ്വന്തം നഫ്സിനെ ഒരാൾ വിട്ടുകൊടുത്താൽ അയാളിൽ ആ ശുദ്ധീകരണ പ്രവർത്തനം ഇന്നും നടന്നുകൊണ്ടിരിക്കും എന്ന് വിശ്വസിക്കുന്ന സത്യവിശ്വാസികൾ, മുഅ്മിനീങ്ങൾ, സുന്നികളായ ലോകത്തെ കോടിക്കണക്കായ മുഅ്മിനീങ്ങൾക്ക് വേണ്ടിയാണ് ഞാനിത് പറയുന്നത്. ആ ശുദ്ധീകരണ പ്രവർത്തനം നടന്നുകൊണ്ടേയിരിക്കും. ആ ശുദ്ധീകരണ പ്രവർത്തനം നടന്നാലോ പിന്നെ അവനും ഹബീബായ നബിയും തമ്മിൽ മറവുണ്ടാവില്ല. ഒന്നിലും മറവുണ്ടാവില്ല. കഴിഞ്ഞ ആഴ്ച ഒരു പ്രഭാഷണത്തിൽ ഒരു മഹാനിൽ നിന്ന് ഞാൻ ഉദ്ധരിച്ചു. അൽ ഖൽബു മിർആത്തുൻ വൽ ലൗഹു മിർആത്തുൻ. ഹൃദയവും ഒരു കണ്ണാടിയാണ്, ലോഹം ഒരു കണ്ണാടിയാണ്. ഈ ഹൃദയത്തിൽ മറയില്ലാതെ ശുദ്ധീകരിക്കപ്പെട്ടാൽ ലൗഹിലുള്ളത് ഇവിടെ പതിയുക പ്രയാസമല്ല. അവന്റെ ഹിമ്മത്ത് ഏത് ഭാഗത്തേക്കാണോ അവൻ തിരിച്ചു വെച്ചത്, അവന്റെ മനക്കരുത്ത് ഏത് ഭാഗത്തേക്ക് തിരിച്ചു വെച്ചാലും ആ വിഷയത്തിൽ ലൗഹിയുള്ളത് അവന്റെ കൽബിൽ പതിയുക പ്രയാസമേ അല്ല. എന്തുകൊണ്ട്? ആ കൽബിൽ ഹിജാബില്ല. ഇത് നാം അറിഞ്ഞിരിക്കേണ്ട ഒരു സത്യവും യാഥാർത്ഥ്യവുമാണ്. പിന്നെ എന്തുകൊണ്ടാണ് ഇത് സംഭവിക്കാത്തത്? അല്ലാഹുവിന്റെ ഹബീബും അവനും തമ്മിൽ ഒരു അകലം ഉണ്ടാവില്ല ശുദ്ധീകരണമായ. എന്തുകൊണ്ട്? അസ്സലാമു അലൈക അയ്യുഹൻ നബിയു നേരെ പുലരും. അസ്സലാമു അലൈക അയ്യുഹൻ നബിയു വറഹ്മത്തുള്ളാഹി വബറകാതുഹു വസ്സലാമു അലൈനാ വഅലാ ഇബാദില്ലാഹി സ്വാലിഹീൻ. അസ്സലാമു അലൈക അയ്യുഹൻ നബിയു. നബിയായിട്ടുള്ളവരെ മുന്നിൽ നീക്കുന്ന വ്യക്തിയെ അഭിമുഖീകരിക്കുന്നത് പോലെയാണ് പറയുന്നത് അസ്സലാമു അലൈക അയ്യുഹൻ നബി. മുന്നിലുള്ള ആളോട് പറയും പോലെയെന്നല്ല, മുന്നിലുള്ള ആള് തന്നെ. അല്ലെങ്കിൽ പിന്നെ അങ്ങനെ പറയില്ലല്ലോ. ഇനി അത് ആരിപ്പിന് അത് ഒരു പ്രയാസം ഉണ്ടാവില്ല. ഹബീബായ മുത്ത് മുഹമ്മദ് മുസ്തഫ തങ്ങളുടെ പരിശുദ്ധ റൗളത്തു ശരീഫയും അല്ലെങ്കിൽ ഹബീബായ നബിയുടെ വജ്ഹു ശരീഫും ഈ നിസ്കരിക്കുന്നവരും തമ്മിൽ ഒരു അകലം ഉണ്ടാവില്ല. അങ്ങനെയുള്ള ചില വ്യക്തികളെയും എന്റെ ആയുസ്സിൽ യാത്രക്കടയിൽ കണ്ടുമുട്ടാനുള്ള ഒരു ഭാഗ്യം എനിക്കുണ്ടായിട്ടുണ്ട്. ഒരു അമലിനിരുന്നാൽ, ഒരു സ്വലാത്തിനിരുന്നാൽ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നേരിട്ട് ഹബീബ് യഖ്ലത്തിൽ തന്നെ മുസ്തഫ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വജ്ഹു ശരീഫ് കാണാൻ കഴിയുന്ന ചില ആളുകളെയും എന്റെ ആയുസ്സിൽ എന്റെ യാത്രക്കടയിൽ കാണാൻ എനിക്ക് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ പുണ്യ റസൂലിൽ മഹബത്ത് വർദ്ധിക്കണം സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇതാകട്ടെ വളരെ സത്യപ്പെട്ട ഒരു കാര്യവും. അതിനൊന്നും ആവശ്യമില്ല. അമ്പിയായിലും
കാര്യം ഔലിയായിന് കറാമത്തായി സംഭവിക്കും. ഇത് അഹ്ലു സുന്നയുടെ വിശ്വാസമാണ്. അംബിയാവിന് മുഅ്ജിസത്തായി സംഭവിച്ച കാര്യങ്ങൾ ഔലിയായിന് കറാമത്തായി സംഭവിക്കും. وكذلك نري إبراهيم ملكوت السماوات والأرض وليكون من الموقنين. മഹാനായ സയ്യിദുനാ ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമിനെ തന്റെ കുട്ടിക്കാലം മുതലേ അള്ളാഹു ചെയ്തു കൊടുത്ത മഹത്തായ അനുഗ്രഹം. ചെറുപ്പകാലം മുതലേ സയ്യിദുനാ ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമിന് അള്ളാഹു ചെയ്തു കൊടുത്ത ഉദാത്തമായ അനുഗ്രഹം. كذلك نري إبراهيم ملكوت السماوات والأرض وليكون من الموقنين. ഈ ആയത്തിന് ബഹുമാനപ്പെട്ട ഇമാം റാസി റളിയല്ലാഹു അൻഹു തന്റെ തഫ്സീറുൽ കബീറിൽ പറയുന്ന ഒരു വ്യാഖ്യാനം കേട്ടു. വഅലം അന്ന ഫീ തഫ്സീരി ഹാദിഹിൽ ഇറാഅ ഖൗലൈൻ അല്ലവൽ. ആകാശത്തിന്റെ നിഗൂഢ ലോകങ്ങളും ഭൂമിയുടെ മഹാനിഗൂഢ സത്യങ്ങളും എല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആല സയ്യിദ് ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമിനെ കാണിച്ചു കൊടുത്തുകൊണ്ടേ ഇരുന്നു. ഇതാണ് ആയത്ത്. ബഹുമാനപ്പെട്ട അൻആം അധ്യായത്തിന്റെ 75-ാമത്തെ വചനമാണിത്. ഈ ആയത്തിന് ഒന്നാം വ്യാഖ്യാനമായി മഹാനായ ഫഖ്റുദ്ദീൻ റാസി തങ്ങൾ പറയുന്നത് അന്നല്ലാഹ അറാഹുൽ മലകൂത ബിൽ ഐനി. ഭൂമിയിൽ ഇരിക്കുമ്പോൾ തന്നെ നേരിട്ട് അള്ളാഹുവിന്റെ മഹാലോകങ്ങളെ, പ്രത്യേകമായ ലോകങ്ങളെ മഹാനായ സയ്യിദുനാ ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമിന് അല്ലാഹു തആല കാണിച്ചു കൊടുത്തുകൊണ്ടേ ഇരുന്നു. ഭൂമിയുടെ ഉള്ളറകൾ, ആകാശത്തിന്റെ ഉള്ളറകൾ. ഖാലു, മുഫസ്സിറുകൾ പറഞ്ഞിട്ടുണ്ട്, ഇന്നല്ലാഹു തആല ശക്കലഹു സമാവാതി, ആകാശങ്ങളെ കീറിക്കൊടുത്തു. എന്നാൽ ആകാശത്ത് പോയതാണോ? അല്ല, ഭൂമിയിൽ ഇരിക്കാൻ സയ്യിദുനാ ഇബ്രാഹിം അലൈഹിസ്സലാം ബിൽ ഐനി, കണ്ണുകൊണ്ട് കണ്ടു. മനാമല്ല, കണ്ണുകൊണ്ട് കാണാം. ഇതാണ് ഇതിന്റെ പ്രമുഖമായ ഒന്നാം വ്യാഖ്യാനം. ഞാൻ പറയാനുള്ള കാര്യം എന്താ? ഇത്തരം കാര്യങ്ങൾ ഒരു പ്രയാസം ഇല്ലാതെ അള്ളാഹുവിന്റെ ആരിഫുകൾക്ക് സംഭവിക്കും. അത് ആരെ കാണും? മഹാനായ സയ്യിദുനാ ആദം അലൈഹിസ്സലാത്തു വസ്സലാമിനെ കാണും, ശീസ് നബിയെ കാണും. അവരൊക്കെ തമ്മിൽ ആയിരക്കണക്കായ കൊല്ലങ്ങളുടെ ദൈർഘ്യമുണ്ട്, പക്ഷെ കാണും. ഇതൊരു വലിയനും സംഭവിച്ചേക്കാം. അംബിയായിന് മുഅ്ജിസത്തായി സംഭവിക്കുന്നത് ഔലിയായിന് കറാമത്തായി സംഭവിക്കുമെന്നാണ് അഹ്ലു സുന്നയുടെ വിശ്വാസം. അത് ഞാൻ വിശദീകരിക്കുന്നില്ല. ഹത്താ റഅൽ അർശ വൽ കുർസിയ ഇലാ ഹൈതു യൻതഹി ഇലൈഹി ഫൗഖിയത്തുൽ ആലമിൽ ജിസ്മാനി. മുകൾ ഭാഗത്തുള്ള എല്ലാ ലോകങ്ങളും ഭൂമിയിൽ ഇരിക്കുമ്പോൾ കണ്ണോട് കാണിച്ചു കൊടുക്കുക, നേരിട്ട് കാണിച്ചു കൊടുക്കുക. ഒരിക്കലും പ്രത്യക്ഷത്തിൽ അത് നമുക്ക് ചിന്തിക്കാൻ കഴിയില്ല, പക്ഷെ അല്ലാഹു കാണിച്ചു കൊടുക്കും. നമ്മൾ സാധാരണക്കാർ വിചാരിക്കും ഇതെന്താ, ഇത് ഉറക്കല്ല, ഇത് ഉണർച്ചയാ. ബിൽ ഐൻ, നേരിട്ട്. ഭൂമിയുടെ ഉള്ളറകൾ തുറന്ന് കാണിച്ചു കൊടുക്കുക. ഈ ഭൂമിയുടെ ഉള്ളറകളിലെ കാര്യങ്ങൾ, രഹസ്യങ്ങൾ ഇങ്ങനെ കാണിച്ചു കൊടുക്കുക. ഇവിടെ കീഴ എന്ന് പറഞ്ഞാൽ വേറുള്ളവർ ആ കീഴ കണ്ടിട്ടുണ്ടാവില്ല. ഭൂമിയുടെ ഉള്ളിന്റെ ഉള്ളിലേക്ക് ഇങ്ങനെ കണ്ണുകൊണ്ട് കാണാം ബഹുമാനപ്പെട്ട സയ്യിദുനാ ഇബ്രാഹിം. അപ്പൊ ഭൂമി തുറന്നിങ്ങനെ കാണിച്ചു കൊടുക്കുക, ഇരുന്ന ഇരിപ്പിൽ കാണിച്ചു കൊടുക്കുക സയ്യിദുനാ ഇബ്രാഹിം അലൈഹിസ്സലാം. ഞാന് ഇതിവിടെ പറയാൻ കാരണം എന്താ? നമ്മുടെ പ്രത്യക്ഷ ധാരണയല്ല യഥാർത്ഥം. അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ അബ്ദിനെ ഉദ്ദേശിച്ചാൽ ആ അബ്ദിന് നടക്കാത്ത ഒരു കാര്യം ഇല്ല. എല്ലാ കാര്യങ്ങളും സംഭവിക്കാൻ, എല്ലാ കാര്യങ്ങളും നടപ്പിലാക്കി കൊടുക്കാൻ അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് കഴിയും. ഈ ആയത്തിന് മഹാന്മാരിൽപ്പെട്ട ചില മുഫസ്സിരീങ്ങൾ നൽകുന്ന മറ്റൊരു വ്യാഖ്യാനം, കണ്ണുകൊണ്ട് കാണിച്ചു കൊടുക്കാന്ന് പറഞ്ഞാൽ മിൻ തുഫൂലതിഹി, കുട്ടിക്കാലം മുതലേ ഇബ്രാഹിം നബിക്ക് അല്ലാഹു തആല അത് ചെയ്തു കൊടുത്തിട്ടുണ്ട്. കുട്ടിക്കാലം, നബുവത്ത് പ്രത്യക്ഷമാകുന്നതിന് മുമ്പ് തന്നെ ഇരുന്ന ആകാശം കണ്ടോർ ഇരുന്ന ഇരിപ്പിൽ 7 ആകാശം കാണും. അള്ളാഹുവിനെ ആരിഫിക്കുന്നത് ഒരു വിഷയം. എന്തും കാണും.
അതിന് അല്ലാഹു തആല പലതവർക്ക് കാണിച്ചു കൊടുക്കും. പുണ്യ റസൂലിന്റെ സ്ഥാനം കാണും. അതുകൊണ്ടല്ലേ അവർക്ക് എന്റെ കണ്ണുനീര് വറ്റുന്നെ ഇല്ല എന്ന് പറഞ്ഞാൽ നമ്മൾ കണ്ട നബി അല്ലല്ലോ, മർത്താളി കണ്ട നബി, രണ്ടാൾ വ്യത്യാസം ഉണ്ടല്ലോ. നമ്മൾക്ക് കരച്ചിൽ വരുന്നില്ല, അവർക്ക് കണ്ണുനീര് വറ്റണമില്ല. എന്റെ കണ്ണുനീർ വറ്റിട്ടല്ലേ ആരെ പറഞ്ഞു? നമുക്കോ കണ്ണുനീർ ഉണ്ടാവണില്ല. ഇതന്നെ ഇമാം മുസ്ലിം ചാലിട്ടൊഴുകി കണ്ണുനീരുന്ന അതങ്ങനെ ചാലിട്ടൊഴുകി എന്റെ മുഹമ്മദിൻ. അത്തരം ആളുകളിൽ കുറഞ്ഞ ആളുകൾ അവർക്ക് കണ്ട അനുഭവം വെളിവാക്കിയിട്ടുണ്ട്. അതേ ഇന്ന് കിതാബിലുള്ളൂ. ഈ വിഷയത്തിൽ പലപ്പോഴും അവരുടെ അനുഭവങ്ങൾ പലരും വെളിവാക്കൂല. ചില ഇബറത്തിന് വേണ്ടി, ചില പാഠങ്ങൾക്ക് വേണ്ടിയാണ് മഹത്തുക്കളിൽ ചില ആളുകൾ ഇത് വെളിവാക്കണം. അതേ നമുക്കറിയൂ. ഇതിന്റെ ആഴത്തിലേക്ക് ചെന്നാൽ അല്ലാഹുവിന്റെ കോടതിയിൽ വെച്ച്, മഹ്ശറിൽ വെച്ച് ചിലപ്പോൾ വെളിവാകും. എന്ത്? ഇതൊക്കെ സംഭവിച്ച ആരിഫീങ്ങൾ ഓരോ സമാനിലും ലക്ഷക്കണക്കിനുണ്ടായിരുന്നു. നമുക്ക് ഇന്ന് കിതാബിലുള്ള കുറഞ്ഞതേ അറിയൂ. എന്തുകൊണ്ട്? ഇത് വെളിവായി കിട്ടിയ ആളുകൾ വെളിവാക്കിയിട്ടില്ല, വളരെ കുറഞ്ഞ ആളുകൾ. സ്വഹാബത്തിന് സംഭവിച്ചിട്ടില്ലേ? ഉണ്ട്. പുണ്യനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വഫാത്തിന്റെ ശേഷം സ്വഹാബികൾ ഹബീബായ നബിയെ യഖ്ലത്തിൽ കണ്ടിട്ടില്ലേ? ഉണ്ട്. അല്ലാഹുവിന്റെ ഹബീബിനെ യഖ്ലത്തിൽ മുറക്കിലല്ല, ഉണർച്ചയിൽ കണ്ട സ്വഹാബികൾ ഉണ്ട്, എത്രയോ ഉണ്ട്. നേരിട്ട് ഹബീബായ നബിയെ കാണാം. മുത്ത് മുഹമ്മദ് മുസ്തഫ സ്വഹാബത്തിന് സംഭവിച്ചിട്ടുണ്ട്. ബഅദ വഫാത്തിൽ മുസ്തഫ رؤية عثمان بن عفان النبي صلى الله عليه وسلم يقظة بعد انتقال المصطفى. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്തായതിനു ശേഷം നേരിട്ട് കണ്ടിട്ടുണ്ട്. ഒരു സംഭവം പറയാം. ആരുടെ? മഹാനായ ദുന്നൂറൈനി സയ്യിദുന ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ. ഹബീബായ റസൂലുള്ളാഹിന്റെ വഫാത്തിന് ശേഷം നേരിട്ട് കണ്ട സംഭവം. അബ്ദുല്ലാഹി ഇബ്നു സലാം റളിയല്ലാഹു അൻഹു ഖാൽ, പ്രഗൽഭ സ്വഹാബിയായ അബ്ദുല്ലാഹി ഇബ്നു സലാം റളിയല്ലാഹു അൻഹു പറയുകയാണ്, അതൈതു ഉസ്മാൻ യൗമദ്ദാരി. മഹാനായ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു വീട്ടിലെ തടങ്കലിലായ ഒരു ദിവസത്തിൽ ഞാൻ ഉസ്മാൻ ഇബ്നു അഫ്ഫാനെ കാണാൻ ചെന്നു. ആ സന്ദർഭത്തിലെ ഒരു ദിവസം മഹാനായ സയ്യിദ് അബ്ദുല്ലാഹി ഇബ്നു സലാം റളിയല്ലാഹു തആല മഹാനവറുകൾ പറയാ, ഞാൻ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു കാണാൻ വേണ്ടി അവരുടെ വീട്ടിൽ പോയി. ഫദഖൽതു ലിഉസല്ലിമ അലൈഹി, അവർക്ക് സലാം പറയാൻ വേണ്ടി ഞാൻ അവരുടെ വീട്ടിൽ പ്രവേശിച്ചു. വഹുവ മഹ്സൂൻ, അവർ ബന്ധിയാണ്. മഹാനായ സയ്യിദ് ഖലീഫ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു. വലിയൊരു സംഭവമാണത്, അതിവിടെ വിശദീകരിക്കുന്നില്ല. വീട്ടുതടങ്കലിലായിരുന്നു. വഹുവ മഹ്സൂൻ, വീട്ടുതടങ്കലിലായിരുന്നു. വീട്ടുതടങ്കലിലായ ഉസ്മാൻ ഇബ്നു അഫ്ഫാനെ കാണാൻ വേണ്ടി ഞാൻ വീട്ടിൽ പോയി. ആരാണ് പറയുന്നത്? മഹാനായ പ്രഗൽഭ സ്വഹാബിയായ അബ്ദുല്ലാഹി ഇബ്നു സലാം റളിയല്ലാഹു അൻഹു. ഫഖാല, അപ്പോൾ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ പറഞ്ഞു, മർഹബൻ ബി അഖി, എന്റെ സഹോദരന് സ്വാഗതം, കേറി വരൂ, കേറി വരൂ എന്ന്. ഫഖുൽതു, അപ്പോൾ ഞാൻ പറഞ്ഞു, വളരെ വേദനയോടെ ഞാൻ പറഞ്ഞു, ഫഖുൽതു യസുനി ലൗ കുൻതു ഫിദാക യാ അമീറൽ മുഅ്മിനീൻ, എനിക്ക് പകരം, അങ്ങേക്ക് പകരമായി ഞാൻ എന്നെ തന്നെ ദണ്ഡം വെക്കൽ എനിക്ക് സന്തോഷമാണ്. അതൊരു സ്നേഹത്തിന്റെ വാക്കാണ്. ഒരുപാട് അർത്ഥം പറയാം. എന്റെ മാതാവിനെയും പിതാവിനെയും ഈ കീഴിൽ ഞാൻ ദണ്ഡം വെക്കുമെന്ന് പറഞ്ഞില്ലേ പല സ്വഹാബികളും, അടക്കം. അമീറുൽ മുഅ്മിനീൻ, അങ്ങേക്ക് പകരം ഇവിടെ എന്നെ ബന്ധിയാക്കപ്പെട്ടിരുന്നുവെങ്കിൽ എന്നാണ് എന്റെ സന്തോഷം എന്നൊക്കെ അർത്ഥം പറഞ്ഞ. യസുറൂനി ലൗ കുൻതു ഫിദാക യാ അമീറൽ മുഅ്മിനീൻ. ഫഖാല, അപ്പോൾ ഉസ്മാൻ ബിൻ അഫ്ഫാൻ പറഞ്ഞു, റഅയ്തു ലൈലത റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഞാൻ ഇന്നലെ രാത്രി മുസ്തഫ നബിയെ കണ്ടു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം.
വഖദ് മുസ്സില ലീ ഫീ ഹാദിഹിൽ ഖൂഖാ, ഈ പുലയുടെ മുകൾ ഭാഗത്തൂടെ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എനിക്ക് രൂപപ്പെടുത്തപ്പെട്ടു. വഅശാറ ഉസ്മാൻ ബിയദിഹി ഫീ ഇലാ ഖൂഖാ ഫീ ഇലാ ദാരിഹി, വീട്ടിന്റെ മുകൾ ഭാഗത്തുള്ള ആ ഏരിയയിലേക്ക് മഹാനായ ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹു തന്റെ കൈ ഉയർത്തി കാണിച്ചു. ഫഖാല, എന്നിട്ട് ഹബീബായ നബി എന്റെ ഈ മാളികപ്പുര ഈ പുഴയുടെ മോണ്ടായത്തൂടെ ഹബീബായ നബി എനിക്ക് പ്രത്യക്ഷപ്പെട്ടു. ഫഖാല, എന്നിട്ട് ഹബീബായ നബി എന്നോട് ചോദിച്ചു, ഹസ്റൂഖ്, അവർ നിന്നെ ഉപരോധിച്ചു അല്ലേ, അവർ നിന്നെ ബന്ധിയാക്കിയല്ലേ? ഖുൽതു, ഞാൻ പറഞ്ഞു, നഅം, അതെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഖാല, അപ്പോൾ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം ഹബീബായ നബി പിന്നെയും ചോദിച്ചു, അതശൂക, നിന്നെ അവർ ദാഹിപ്പിച്ചു അല്ലേ, നിനക്കവർ ദാഹം സമ്മാനിച്ചു അല്ലേ, ഒരു തുള്ളി വെള്ളം പോലും തരാതെ നിന്റെ വീട്ടിൽ നിന്നെ അവർ ഇട്ടുവല്ലേ? ഖുൽതു നഅം യാ റസൂലല്ലാഹ്, അതെ നബിയേ എന്ന് ഞാൻ നബിയോട് മറുപടി പറഞ്ഞു സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ബക്കറ്റ് ഇങ്ങോട്ട് ഇറക്കി സല്ലല്ലാഹു അലൈഹി വസല്ലം. ശരീബത്തു മിൻഹു, അതിൽ നിന്ന് ആ ബക്കറ്റിൽ നിന്ന് ഞാൻ കുടിച്ചു. ഇപ്പോഴും ആ ബക്കറ്റിന്റെ വെള്ളത്തിന്റെ ഒരു നനവ്, അതിന്റെ ഒരു തണുപ്പ് എന്റെ ചുമലിന്റെയും എന്റെ മുലയുടെയും ഇടയിലുണ്ട്. ഞാൻ ഇവിടേക്ക് വെച്ചിട്ട് അതങ്ങനെ കുടിച്ചു സല്ലല്ലാഹു അലൈഹി വസല്ലം. മനസ്സിലാക്കില്ലേ? സ്വപ്നമല്ല, യാഥാർത്ഥ്യം നേരിട്ട്. ആരാ കാണുന്നത്? സയ്യിദുനാ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ, മഹാനായ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു നേരിട്ട് ഹബീബായ നബിയെ കാണുക സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ല, നേരിട്ട്. ഒരു ബക്കറ്റ് ഹബീബായ നബി ഇറക്കി, എന്നിട്ട് എന്നോട് പറഞ്ഞു, ഇശ്റബ് യാ ഉസ്മാൻ, ഉസ്മാനെ കുടിക്കുക. ഫശരിബതു മിൻ ദാലിക ദൽവി, അങ്ങനെ ആ ബക്കറ്റിൽ ഞാൻ കുടിച്ചു. അന അജിദു ബുറൂദത ദാലിക ദൽവി ബൈന കത്ഫി വസദിഹി, ഇപ്പോഴും അതിന്റെ ആ ഒരു തണുപ്പും അതിന്റെ ആ ഒരു തണുത്ത അവസ്ഥ ഇപ്പോഴും എന്റെ ചുമലിന്റെയും എന്റെ നെഞ്ചിന്റെയും ഇടയിലുണ്ട്. ഞാൻ അങ്ങനെ വെച്ചിട്ട് അതങ്ങനെ കുടിച്ചു, ബക്കറ്റിന് അങ്ങനെ കുടിച്ചു സല്ലല്ലാഹു അലൈഹി വസല്ലം. ഉസ്മാൻ നബി ഇറക്കി തന്നു, ഞാൻ കുടിച്ചു. ഹബീബായ നബി അവിടെ ഉണ്ട്, ബക്കറ്റ് ഹബീബായ നബി ഇറക്കി, ഞാൻ അങ്ങനെ കുടിച്ചു. സ്വപ്നമല്ല, 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 യാഥാർത്ഥ്യമാണ്. أنا أجد برودة ذلك الدلو بين ثدي وكتفي. فقال صلى الله عليه وسلم, എന്നിട്ട് ഹബീബായ നബി എന്ത് പറഞ്ഞു? ഇൻ ശിഅ്ത അഫ്തർത ഇൻദനാ വഇൻ ശിഅ്ത നസിർത അലി വഇൻ ശിഅ്ത അഫ്തർത ഇൻദനാ വഇൻ ശിഅ്ത നസിർത അലി. നീ ഉദ്ദേശിച്ചാൽ, നീ ആഗ്രഹിക്കുന്നുവെങ്കിൽ നിനക്ക് ഈ പകലിന്റെ നോമ്പ് ഞങ്ങളുടെ അടുക്കൽ തുറക്കാം, അഥവാ ഇന്ന് മഗ്‌രിബിന് മുമ്പ് നിന്നെ കൊല ചെയ്യപ്പെടാം. നീ ഉദ്ദേശിച്ചാൽ അങ്ങനെ നിനക്കൊരു സൗകര്യം ഞാൻ ചെയ്തുതരാം. അതല്ല, നിനക്ക് അത് നീ ഞങ്ങളുടെ അടുത്തേക്ക് പോരുന്നില്ല, ഇവിടെ നിനക്ക് ഈ ശത്രുക്കളെ തകർക്കാനൊരു സഹായമാണ് വേണ്ടത്, അത് ഞാൻ ചെയ്തുതരാം. ഇതൊക്കെ സുന്നികൾ മനസ്സിലാക്കണം. ഇതൊന്നും അല്ലാത്ത ആളുകളോട് പറഞ്ഞിട്ട് കാര്യമില്ല. അതായത് വഫാത്തായ റസൂലുള്ളാഹി പറയാണ്, നീ ഉദ്ദേശിച്ചുവെങ്കിൽ, നിനക്ക് അങ്ങനെ ഉദ്ദേശിക്കണമെങ്കിൽ ശത്രുക്കളെ തകർക്കാനുള്ള സഹായവും ഞാൻ എത്തിച്ചേരാം, എന്നെ വഴി ഉണ്ടാക്കി തരാം, എന്നെ വഴി ഉണ്ടാക്കി തരാം. അതല്ല, ശത്രുക്കൾ പുറത്തുണ്ട്, വളഞ്ഞു കിടക്കുക, ശത്രുക്കൾ വീട് ഉപരോധിച്ച് വളഞ്ഞു കിടക്കുക. ആരെ? മഹാനായ സയ്യിദുനാ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ. പലരുണ്ട്. അവരെ തകർത്തെറിയണമെന്നുണ്ടെങ്കിൽ അതിന്റെ വഴി ഞാൻ ഉണ്ടാക്കി തരാം. അതല്ല, ഈ പകലോട് കൂടെ ഞങ്ങൾ അടുക്കലെത്തലാണ് നിന്റെ ഉദ്ദേശമെങ്കിൽ അങ്ങനെയുമാവാം. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കൽ വെച്ച് ഈ പ്രഭാതം, ഈ പകൽ അവസാനിക്കലാണ്. നോമ്പ് ഒരിക്കലും നോമ്പ് തീർക്കലുമാണ് ഞാൻ ഉദ്ദേശിച്ചത്. ഒരു റിവായത്ത്. ഇനിയും റിവായത്തുണ്ട്. വേറൊരു റിവായത്ത് ഇങ്ങനെയാണ്, കസീർ തൊട്ടാണ്. അവർ പറയുന്നു, ദഖൽതു അലാ ഉസ്മാൻ വഹുവ മഹ്സൂർ, ഉപരോധിക്കപ്പെട്ട കാലത്ത് ഞാൻ ഉസ്മാൻ ബിൻ അഫ്ഫാന്റെ അടുക്കൽ ചെന്നു. ഫഖാല ഉസ്മാൻ ബിൻ അഫ്ഫാൻ പറഞ്ഞു, യാ കസീർ അറാനി ഇല്ലാ മഖ്തൂലൻ ഫീ മിൻ യൗമി ഹാദാ, എന്റെ ഈ ദിവസം ഞാൻ കൊല ചെയ്യപ്പെടുമെന്ന് എനിക്കറിയാം എന്ന് കസീർ ബിൻ സുൽത്തിനോട് മഹാനായ ഉസ്മാൻ ബിൻ അഫ്ഫാൻ പറഞ്ഞു. ഇന്ന് ഞാൻ കൊല ചെയ്യപ്പെടും എന്ന്. കസീർ ബിൻ സുൽത്ത് പറയുന്നു, ഖുൽതു, ഞാൻ പറഞ്ഞു,
ലയൻസുറുക്കല്ലാഹു അലാ അദുവിക, ശത്രുവിന്റെ മേൽ അല്ലാഹു നിങ്ങളെ സഹായിച്ചേക്കും. അങ്ങനെ പറയണ്ട. ഇന്ന് കൊല ചെയ്യപ്പെടുമെന്ന് പറയണ്ട. ശത്രുവിനെതിരെ അല്ലാഹു നിങ്ങളെ സഹായിച്ചേക്കും. ആ വാക്ക് ഉസ്മാൻ ബിൻ അഫ്ഫാൻ ആവർത്തിച്ചുകൊണ്ടേയിരുന്നു. നിന്റെ ലാസ്റ്റ് ദിവസമാണ്, ഇന്ന് വൈകുന്നേരം ആകുമ്പോഴത്തേക്ക് ഞാൻ കൊല ചെയ്യപ്പെടും എന്ന് ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു. ഫഖുൽതു ലഹു, ഞാൻ ഉസ്മാൻ ബിൻ അഫ്ഫാൻ എന്നോട് ചോദിച്ചു, ലക ഫീഹി ഷൈ, എന്തെങ്കിലും വല്ലതും ഉണ്ട്? എന്തെങ്കിലും വല്ല സംഭവം അങ്ങനെ ആവർത്തിച്ച് പറയാൻ? അല്ലാഹു ഈ ശത്രുവിനെ തകർക്കുകയില്ല, ഇതിൽ നിങ്ങൾക്ക് ഇന്ന് കൊലയാണുള്ളത് എന്ന് പറയാൻ വല്ല കാരണമുണ്ടോ? ഖാല, അപ്പോൾ ഉസ്മാൻ ബിൻ അഫ്ഫാൻ പറഞ്ഞു, ലാ, പ്രത്യേകിച്ചൊന്നും ഉണ്ടായിട്ടല്ല. വലാകിൻ സഹർതു ഹാദിഹിൽ ലൈല, ഈ കഴിഞ്ഞ രാത്രി ഞാൻ ഉറക്കൊഴിവാക്കി. ഈ കഴിഞ്ഞ രാത്രി ഞാൻ ഉറങ്ങിയിട്ടില്ല. ഫലമ്മാ കാന ഇൻദ സുബ്ഹി, സുബ്ഹിയുടെ നേരമായപ്പോൾ റഅയ്തു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വ അബൂബക്കർ വ ഉമർ, ഞാൻ ഇന്നലെ രാത്രി ഉറങ്ങിയിട്ടില്ല, ഞാൻ ഇന്നലെ രാത്രി ഉറക്കൊഴിവാക്കി. ഫലമ്മാ കാന ഇൻദ സുബ്ഹി, സുബ്ഹിയുടെ നേരമായപ്പോൾ റഅയ്തു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഹബീബായ നബിയെ ഞങ്ങൾ കണ്ടു. ഞാൻ കണ്ടു അബൂബക്കറിനെ, അബൂബക്കറിനെയും ഉമറിനെയും റളിയല്ലാഹു അൻഹുമാ. ഞാൻ ഇന്നലെ രാത്രി ഉറങ്ങിയിട്ടില്ല. ഇത് വേറെ റിവായത്താണ്. കസീർ ബിൻ സൽത്ത് റളിയല്ലാഹു അൻഹു പറയുന്നു, ഞാൻ ഉപരോധ നാളുകളിൽ ഉസ്മാൻ ബിൻ അഫ്ഫാന്റെ വീട്ടിൽ പോയി കണ്ടു. അന്ന് ഉസ്മാൻ, ഇന്നെന്റെ അവസാന ദിവസമാണ്, ഇന്ന് വൈകുന്നേരം ആകുമ്പോഴത്തേക്ക് ഞാൻ കൊല ചെയ്യപ്പെടും എന്ന് പറഞ്ഞുകൊണ്ടേയിരുന്നു. ഞാൻ അതിന് എതിർവാക്ക് പറഞ്ഞിട്ട് പോലും ഉസ്മാൻ നിർത്തിയില്ല. ഇന്ന് ഞാൻ കൊല ചെയ്യപ്പെടും, ഇന്ന് ഞാൻ കൊല ചെയ്യപ്പെടും എന്ന് പറഞ്ഞുകൊണ്ടേയിരുന്നു. അപ്പോൾ ഞാൻ ചോദിച്ചു, എങ്ങനെ പറയുന്നത് വല്ലതുണ്ടാ? അപ്പോൾ പറഞ്ഞു, ഇല്ല, പ്രത്യേകിച്ചൊന്നുമല്ല. സഹർത്തുൽ ലൈല, ഈ കഴിഞ്ഞ രാത്രി ഞാൻ ഇവിടെ ഒഴിവാക്കി. നേരം വെളുക്കാനായപ്പോൾ റഅയ്തു റസൂല അതാനി ഫലമാ റഅയ്തു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വ അബൂബക്കർ വ ഉമർ, അവരെ ഞാൻ കണ്ടു, അവരെന്റെ അടുത്ത് വന്നു. ഫഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അപ്പോൾ ഉസ്മാൻ ബിൻ അഫ്ഫാൻ എന്നോട്, ഹബീബായ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഉസ്മാൻ ബിൻ അഫ്ഫാൻ പറയാ, നേരം വെളുക്കാനായപ്പോൾ, ഞാൻ ഇന്നലെ രാത്രി ഉറങ്ങിയിട്ടില്ല, നേരം വെളുക്കാനായപ്പോൾ ഹബീബായ നബിന്റെ അടുത്ത് വന്നു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അബൂബക്കറിനെയും അബൂബക്കറിനെയും കണ്ടു, ഉമറിനെയും കണ്ടു, എന്റെ അടുത്ത് വന്നു. ഫഖാല നബിയുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഹബീബായ നബി പറഞ്ഞു, ഇന്ന നന്തദറുക യാ ഉസ്മാൻ ലാ തഹ്ബിസ്നാ, ഞങ്ങളെ ഇങ്ങനെ അക്ഷമരാക്കരുത്, ഞങ്ങൾ നിന്നെ കാത്തിരിക്കണട്ട എന്ന് ഹബീബായ നബി പറഞ്ഞു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഉസ്മാനെ, ഉസ്മാനെ, ഇന്ന നന്തദറുക, ഞങ്ങൾ നിന്നെ കാത്തിരിക്കുകയാണ്. നേരം വെളുക്കാനായപ്പോൾ ഞാൻ ഉറങ്ങിയിട്ടില്ല. ഇന്നലെ നേരം വെളുക്കാനായപ്പോൾ റസൂലുള്ളാഹി വന്നു, എന്നിട്ട് പറഞ്ഞു, ഞങ്ങൾ കാത്തിരിക്കാനട്ടാ, ഞങ്ങൾക്ക് ക്ഷമയോടുകൂടെ ഞങ്ങളെ വല്ലാതെ പരീക്ഷിക്കരുത് കേട്ടാ, ഇന്ന തളറുക, ഞങ്ങൾ നിന്നെ കാത്തിരിക്കുകയാണ് എന്ന് പുണ്യ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഫഖുതില മിൻ യൗമിഹി ദാലിക, ആ ദിവസം തന്നെ ബഹുമാനപ്പെട്ട സയ്യിദുനാ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു വഫാത്താവുകയും ചെയ്തു. ബഹുമാനപ്പെട്ട അബൂബക്കർ ബസ്സാർ റളിയല്ലാഹു അൻഹു ഇതിന്റെ ബഹ്റുസ് സാഖിർ എന്ന കിതാബിൽ ഈ സംഭവം രേഖപ്പെടുത്തിയിട്ടുണ്ട്. സ്വലാത്തുല്ലാഹ് സലാമുല്ലാഹ് അലാ ത്വാഹ റസൂലില്ലാഹ്, സ്വലാത്തുല്ലാഹ് സലാമുല്ലാഹ് അലാ യാസീൻ ഹബീബില്ലാഹ്. ഒരു സംഭവം കൂടി പറയാം. മഹാനായ സയ്യിദുനാ റഈസുൽ മുഫസ്സിരീൻ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിന്റെ യഖ്ളത്തിലുണ്ടായ ഒരു അനുഭവം കൂടി പറയാം. മനാമല്ല യഖ്ള അൽ ബഹ്റുസ് സാഖിർ എന്ന ഗ്രന്ഥത്തിൽ ബഹുമാനപ്പെട്ട മഹാനായ അബൂബക്കർ ബസ്സാർ റളിയല്ലാഹു അൻഹു രേഖപ്പെടുത്തിയ സംഭവമാണിത്. മഹാനായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയുന്നു, റഅയ്തു നബിയ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫി നൗമി, ഞാൻ ഹബീബായ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്വപ്നത്തിൽ കണ്ടു. അപ്പോൾ ഫതഫക്കർതു ഫി ദാലികൽ ഹദീസ് മൻ റആനി ഫിൽ മനാമി വസയറാനി ഫിൽ യഖ്ള. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു തൊട്ട് അവർ ഒരു രാത്രി ഹബീബായ നബിയുടെ വഫാത്തിന് ശേഷം ഹബീബായ നബിയെ സ്വപ്നം കണ്ടു. അപ്പോൾ എന്റെ മനസ്സിലൊരു ചിന്ത വന്നു, മൻ റആനി ഫിൽ നൗമി ഫസയറാനി ഫിൽ യഖ്ള, ആരെങ്കിലും ഉറക്കിൽ എന്നെ കണ്ടാൽ അയാൾ നേരിട്ടും എന്നെ കാണും എന്ന ഹദീസ്. ഈ ഹദീസിന് ഒരുപാട് മഹ്മലുകളുണ്ട്, ആ ഭാഗത്തേക്ക് കിടക്കുന്നില്ല. അങ്ങനെ കാണുന്നവർ യഖ്ളത്തിൽ കാണാനുള്ള സാധ്യതയും ഉണ്ട് എന്നുകൂടി അതിന് മാന വെച്ച ഒരുപാട് ആളുകളുണ്ട്. ഏതായാലും ആ കൂട്ടത്തിൽ ബഹുമാനപ്പെട്ട ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ഈ ഹദീസിൽ ചിന്തിച്ചു, മൻ റആനി ഫിൽ മനാമി ഫസയറാനി ഫിൽ യഖ്ള, ആരെങ്കിലും ഉറക്കിൽ എന്നെ കണ്ടാൽ ഉണർച്ചയിലും എന്നെ കാണും. ഒരുപാട് അർത്ഥതലങ്ങളുണ്ട്. അതിന്റെ ഒരു അർത്ഥതലമാണ് എനിക്ക് ഇനിയും റസൂലുള്ളാഹിനെ ഉണർച്ചയിൽ തന്നെ കാണാൻ കഴിയുമെന്നല്ലോ എന്ന ചിന്ത എന്നെ ബാധിച്ചു.
അങ്ങനെ ഞാൻ മൈമൂന ബീവിയുടെ അടുത്തേക്ക് പോയി. മൈമൂന ബീവി റളിയല്ലാഹു അൻഹാ, മൈമൂന ബീവി റളിയല്ലാഹു അൻഹാ മഹാനായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിന്റെ ഖാലത്താണ്. അവരുടെ അരികിലേക്ക് ഞാൻ പോയി. ഉമ്മുൽ മുഅ്മിനീൻ മൈമൂന ബീവി റളിയല്ലാഹു അൻഹാ അവരുടെ അടുത്തേക്ക് ഞാൻ പോയി. ഈ സംഭവം അവരോട് പറഞ്ഞപ്പോൾ ഒരു കണ്ണാടി എനിക്ക് എടുത്തു തന്നു. ഒരു കണ്ണാടി. ഞാൻ മൈമൂന ബീവിയുടെ അടുത്ത് പോയി. മൈമൂന ബീവി റളിയല്ലാഹു അൻഹാ ഹബീബ റസൂലുള്ളാഹിയുടെ ഭാര്യയായിരുന്ന മൈമൂന ബീവിയുടെ അടുത്തേക്ക് ചെന്നു. റളിയല്ലാഹു അൻഹാ മൈമൂന ബീവി ഒരു കണ്ണാടി എടുത്തു. അല്ലത്തി കാനത്തിൽ നബി ഹബീബ റസൂലുള്ളാഹി ഉപയോഗിച്ചിരുന്ന കണ്ണാടി എനിക്ക് തന്നു. ഫനദർതു ഫീഹാ ഫഇദാ ഫീഹാ നബിയുൽ മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഞാൻ ആ കണ്ണാടി നോക്കിയപ്പോൾ റസൂൽ തന്നെ മാ റഅയ്തു നഫ്സി, എന്നെ കാണാനില്ല, കണ്ണാടി നിറച്ച റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മനാമല്ല യഖ്ലത്ത്. ഹബീബ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഉപയോഗിച്ചിരുന്ന കണ്ണാടി. ആ കണ്ണാടി എനിക്ക് എടുത്തു ആര്? മൈമൂന ബീവി. അങ്ങനെ ആ കണ്ണാടി എന്റെ മുഖത്തിന് അഭിമുഖമായി പിടിച്ചു. മാ റഅയ്തു നഫ്സി, എന്നെ കണ്ടതേ ഇല്ലെന്ന് നബിയുൽ മുസ്തഫ. കണ്ണാടി നിറച്ച റസൂലുള്ളാഹി മുഹമ്മദ് മുസ്തഫ. മനാമല്ല, ഉറക്കല്ല, യഖ്ലത്ത്. അപ്പോൾ മനാമിലും കണ്ടു, യഖ്ലത്തിലും കണ്ടു. ആരാ കണ്ടത്? ഇബ്നു അബ്ബാസ്. ഇത് ഉലമാഇനിടയിൽ മഷ്ഹൂറായ സംഭവമാണ്. വളരെ ചിന്തിക്കാം. ഏതാ കണ്ണാടി? ആ കണ്ണാടി പുണ്യ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഉപയോഗിച്ചിരുന്ന കണ്ണാടിയാണ്. ഫഅഖറജത് ലി അൽ മിർആത്ത് അല്ലതി കാനത് ലിന്നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഹബീബായ പുണ്യ മുഹമ്മദ് മുസ്തഫ തങ്ങൾ ഉപയോഗിച്ചിരുന്ന കണ്ണാടി മൈമൂന ബീവി എനിക്ക് എടുത്തു തന്നു. ഫനദർതു ഫീഹാ, ആ കണ്ണാടിയിൽ ഞാൻ നോക്കി. ഫറഅയ്തു സൂറത്ത നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വലം മാ റഅയ്തു സൂറത്ത നഫ്സി, എന്നെ കാണുന്നില്ല. കണ്ണാടി നിറച്ച റസൂലുള്ളാഹി മുത്ത് മുഹമ്മദ് മുസ്തഫ, പുണ്യ മുഹമ്മദ് മുസ്തഫ. കണ്ണാടി നിറച്ച മുത്ത് നബി, കണ്ണാടി നിറച്ചു മുത്ത് മുഹമ്മദ് മുസ്തഫ. ഞാൻ എന്നെ കണ്ടതേ ഇല്ല. ബക്കറ്റ് ഇറക്കി തന്നു. ഞാൻ അതിൽ നിന്ന് കുടിച്ചു എന്ന് മാത്രമല്ല, എന്റെ ഈ ചുമലിന്റെയും നെഞ്ചിന്റെയും ഇടയിൽ ഇപ്പോഴും ആ തണുപ്പ്, ഞാൻ ആ ബക്കറ്റിന്റെ തണുപ്പ് അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. റസൂലുള്ളാഹി അവിടെ ഉണ്ടായിരുന്നു. റസൂലുള്ളാഹി അങ്ങോട്ട് വന്നു. മുത്ത് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, രണ്ടാമത്തെ അതും യഖ്ലത്താണ്, ഇതും യഖ്ലത്ത്, മനാമല്ല. റസൂലുള്ളാഹിനെ ആ സ്വപ്നം കണ്ടു. സ്വപ്നം കണ്ടാൽ യഥാർത്ഥത്തിലും കാണുമെന്ന ഹദീസ് ഉണ്ടല്ലോ. ഈ ഹദീസ് ഓർത്തുകൊണ്ട് ഞാൻ നടന്ന് അങ്ങനെ മൈമൂന ബീവിയുടെ അടുത്തെത്തിയപ്പോൾ മൈമൂന ബീവി നേരെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉപയോഗിച്ചിരുന്ന കണ്ണാടി എടുത്തു. ഞാൻ ഫനദർതു ഫിഹാ, ആ കണ്ണാടി നോക്കി. ഫഇദാ ഫിഹാ സൂറത്തു നബിയുൽ മുസ്തഫ. റസൂൽ തന്നെ കണ്ണാടി നബി. മാ റഅയ്തു നഫ്സി, ഞാൻ എന്നെ കണ്ടതിനില്ല, ഞാൻ കണ്ടത് പിന്നെ റസൂലുള്ളാഹിനെ. കണ്ണാടി നിറച്ച് മുത്തുമുൻ. ഉറക്കല്ല, യഖ്ലത്ത്, മനാമല്ല, യഖ്ലത്ത്. ആർക്കാണ് ഈ അനുഭവം? ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു. പിന്നെയുണ്ട്, മറ്റൊരിക്കൽ പറയാം, ഇനിയും പറയാം, ബാക്കി പറയാം. ഇതൊരു പ്രഭാഷണ പരമ്പരയാണ്. അല്പമെങ്കിലും ഈ വിഷയത്തെക്കുറിച്ചൊരു ചിന്ത ഉമ്മത്തിലുണ്ടാക്കിയെടുക്കുകയാണ് ആവശ്യം. എന്തുകൊണ്ട് ഇന്നും റസൂലുള്ളാഹിനെ യഖ്ലത്തിൽ കാണുന്ന ആളുകൾ 21-ാം നൂറ്റാണ്ടിലുമുണ്ട്. എനിക്കറിയാം, ഹബീബായ യഖ്ലത്തിൽ കണ്ട ആളുകൾ ഇവിടെ ഉണ്ട്, കേരളത്തിലുണ്ട്, ഇന്നുണ്ട്, ഇന്ന് ജീവിച്ചിട്ടുണ്ട്. പുണ്യ നബി സല്ലല്ലാഹു നിഷേധികളോട് പറഞ്ഞിട്ടില്ല. സുന്നികൾ, വിശ്വസിക്കുന്നവർ, അംഗീകരിക്കുന്നവർ, എന്ത് കണ്ടാലും നിഷേധിക്കുന്നവരുണ്ട്. അതൊരു ഹവയാണ്. അവരോട് പറഞ്ഞിട്ട് കാര്യമില്ല. അവരോട് പറഞ്ഞിട്ട് കാര്യമില്ല. അവരൊരു ഹക്കും അംഗീകരിക്കാൻ താല്പര്യമില്ല. അവരെ ഹക്ക് അംഗീകരിക്കാൻ ഉദ്ദേശിക്കുന്നില്ല. ഒരിക്കലും കളവ് പറയാത്ത ആളുകൾ, അല്ലാഹുവിന്റെ ഹബീബിനെ കാണുന്ന ആളുകൾ, യഖ്ലത്തിൽ കാണുന്ന ആളുകൾ ഇന്ന് കേരളത്തിൽ ജീവിച്ചിരിപ്പുണ്ട്. അത് വെളിപ്പെടുത്താൻ ഉദ്ദേശിക്കുന്നില്ല, വെളിപ്പെടുത്തുന്ന കാര്യവുമല്ല. 14 നൂറ്റാണ്ട് കാലം നടന്നുകൊണ്ടിരിക്കുന്ന യാഥാർത്ഥ്യമാണ്. അതിന്റെ വാക്യാറ്റുകൾ കുറഞ്ഞ പ്രഭാഷണങ്ങൾക്കുള്ളിൽ ഞാൻ നിങ്ങളെ കേൾപ്പിക്കും. അതൊരു വിഷയമായതുകൊണ്ട് അത് സമൂഹത്തിൽ സമർപ്പിക്കാം. അപ്പോൾ അവനവൻ ആഗ്രഹിക്കാൻ, നബിയെ, അല്ലാഹുവേ, ആ ഹബീബിനെ യഖ്ലത്തിലും മനാമിലും കാണാൻ എനിക്ക് ഭാഗ്യം ഉണ്ടാവണം. അപ്പോൾ ഭാഗ്യം ഉണ്ടാവും. അപ്പോൾ ആ തട്ടിലേക്ക് അല്ലാഹു നമ്മെ എത്തിത്തരും. യഖ്ലത്തിൽ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കണ്ടവരും ഒരിക്കലും കളവ് പറയാത്തവരുമായ ആളുകളുടെ നാവിന്റെ അടുത്ത് നമ്മുടെ ചെവിയെത്തും. ഏറ്റവും ചുരുങ്ങിയ അതെങ്കിലും ഉണ്ടാവും. ഇത് വിശ്വസിക്കേണ്ടതുപോലെ വിശ്വസിച്ചാൽ യഖ്ലത്തിൽ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കണ്ടവരുടെ നാവിന്റെ പരിസരത്ത് നമ്മുടെ ചെവിയെത്തും. അപ്പോൾ ഇവിടെയുണ്ട്, അത് നമുക്ക് ബാക്കിയുണ്ടാവും.
എന്റെ പഠിക്കേണ്ടത് പഠിച്ചാൽ നിഷേധിക്കാൻ വേണ്ടി ഓടരുത്. നിഷേധിക്കൽ ബിദ്അത്തിന്റെ ശൈലിയാണ്. ഇതെല്ലാം യാഥാർത്ഥ്യമാണ്. ഇതെല്ലാം യഖ്ലത്തായി മഹാന്മാർ ഉദ്ധരിച്ചതാണ്. സ്വഹാബത്തിനുണ്ടായ അനുഭവമാണ്. മഹാനായ സയ്യിദുന ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു യഖ്ലത്തിൽ കണ്ടു. ഉസ്മാൻ ബിൻ അഫ്ഫാൻ യഖ്ലത്തിൽ കണ്ടു. ബക്കറ്റോട് നിന്നു. വേറെയുണ്ട്. കഴിഞ്ഞ 14 നൂറ്റാണ്ടിനുള്ളിൽ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കണ്ട ലക്ഷക്കണക്കായ മുഅ്മിനീങ്ങൾ അല്ലാഹുവിന്റെ ആരിഫീങ്ങളിൽ നിന്ന് ചില സംഭവങ്ങളെങ്കിലും എങ്കിലും കുറഞ്ഞ പ്രഭാഷണങ്ങൾക്കുള്ളിൽ ഞാൻ അവതരിപ്പിക്കുകയും അവസാനിപ്പിക്കുകയും ചെയ്യും. എന്തിന്? ഈ വിഷയത്തിൽ ഇൽമിന്റെ അഹ്ലുകാർ കാര്യങ്ങൾ പഠിക്കാനുള്ള തയ്യാറെടുപ്പിന് വേണ്ടി, പഠിക്കാൻ വേണ്ടി പഠിക്കണം. പഠിക്കാൻ തയ്യാറാകണം. ഇല്ലെങ്കിൽ പിൽക്കാലക്കാർക്ക് ഇങ്ങനത്തെ നന്മ ലഭിക്കാതെ പോകും. നമ്മൾ ആഗ്രഹിച്ചാലോ അത് നടത്തിത്തരും. അല്ലാഹുവല്ലേ, മുവഫ്ഫിഖ് റബ്ബല്ലേ, തൗഫീഖ് അല്ലാഹുവിന്റേതല്ലേ. യഖ്ലത്തിൽ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ദിവസം അനവധി തവണ കണ്ടിരുന്ന ആളുകളെയും ചരിത്രത്തിലുണ്ട്. ഒരു ദിവസം തന്നെ അനവധി തവണ യഖ്ലത്ത് മനാമല്ല, യഖ്ലത്ത് മുഹമ്മദ് മുസ്തഫ. ഉറങ്ങാത്തവരുണ്ടല്ലോ, ഉറങ്ങാത്തവരില്ലേ ചരിത്രത്തിൽ എത്ര? പിന്നെ എങ്ങനെ മനാമിൽ കാണാം? അങ്ങനെയില്ലേ? നൽവേറും പതിറ്റാണ്ടോളം നൽവേറും തൊഴുതൊരുവാലെ 40 സുബ്ഹ് തൊഴുതോവർ എന്നാ പറഞ്ഞത്. 40 കൊല്ലം ഉറങ്ങിയിട്ടില്ല. പിന്നെ എങ്ങനെ മനാമിൽ കാണുക? പിന്നെ അക്കളത്തല്ലേ? ഞാൻ ഈ സ്റ്റേജിൽ പറഞ്ഞിട്ടുണ്ട്. ഹാഫിദ് മുഹമ്മദ് തിജാനി റഹ്മത്തുള്ളാഹി അലൈഹി അവര് 40 കൊല്ലം ഇശാഇന്റെ വുളു കൊണ്ട് സുബഹി നിസ്കരിച്ച മഹാനാണ് ഈ 20-ാം നൂറ്റാണ്ടിൽ. അപ്പോൾ അവർക്ക് റസൂലുള്ളാഹിനെ കാണലോ മനാമലോ എങ്ങനെ ഉണ്ടാവുക? മനാമ് യഖ്ലത്തല്ലേ? അങ്ങനെ എത്ര വേറെയുണ്ട്. പല മഹാന്മാർ ഖാദിരിയത്തിൽ ഉണ്ടായിട്ടുണ്ട്, റിഫാഇയത്തിൽ ഉണ്ട്, ശാദുരിയത്തിൽ ഉണ്ട്, തിജാനിയത്തിൽ ഉണ്ട്. അല്ലാഹുവിന്റെ ആരിഫീങ്ങൾ യഖ്ലത്തിൽ കണ്ടവര് ഖാദിരിയത്തിൽ അനവധിയുണ്ട്, ഖാദിരി ത്വരീഖത്തിൽ അനവധിയുണ്ട്, ശാദുരി ത്വരീഖത്തിൽ അനവധിയുണ്ട്, തിജാനിയത്തിൽ അനവധിയുണ്ട്, ചിശ്തിയത്തിൽ ഉണ്ട്, സുഹറവർദിയത്തിൽ ഉണ്ട്. അതൊക്കെ ഹഖായ ഔലിയാഇന്റെ മാർഗങ്ങളാണ്. ആ മാർഗങ്ങളിലെ അല്ലാഹുവിന്റെ ആരിഫീങ്ങൾ യഖ്ലത്തിൽ ഹബീബായ പുണ്യ മുഹമ്മദ് മുസ്തഫ നമ്മൾ കണ്ടിട്ടുണ്ട്. അനവധി സംഭവങ്ങളുണ്ട്. ഇൻഷാ അല്ലാഹ് ശരീകരിക്കും. ബഹുമാനപ്പെട്ട ദാറുൽ ഖുർആൻ മുറ്റത്താണ് ഈ പരിപാടി നടന്നുകൊണ്ടിരിക്കുന്നത്. നിങ്ങളെല്ലാവരും ദാറുൽ ഖുർആൻ സഹായിക്കണം. പരിശുദ്ധമായ ദീനിന്റെ പാരമ്പര്യ വഴി, ഹഖായ വഴി, മുഅ്മിനീങ്ങളുടെ വഴി, മുഅ്മിനീങ്ങളുടെ മാർഗത്തെ വെളിവാക്കൽ മാത്രമാണ് ഈ പ്രഭാഷണത്തിന്റെ ഉദ്ദേശം. അതാണ് ദാറുൽ ഖുർആന്റെ ഉദ്ദേശം. ദാറുൽ ഖുർആനെ നിങ്ങൾ സഹായിക്കണം. പലജാതി 150 കുട്ടികൾ ഇവിടെ വിജ്ഞാനം പഠിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ആ കുട്ടികളെ ഭക്ഷണത്തിലേക്ക് നിങ്ങൾ സഹായിക്കണം. ഒരു വരുമാനവും ഇല്ല. വലിയ ഒരു പണച്ചെലവിന് ബിൽഡിംഗ് നിർമ്മിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കുട്ടികൾക്ക് കിടക്കാൻ പോലും സ്ഥലമില്ല. നിങ്ങൾ സഹായിക്കണം. ദാറുൽ ഖുർആനെ നിങ്ങൾ സഹായിക്കണം. മക്കയിൽ ദാറുൽ ഖുർആനെ എല്ലാവരും സഹായിക്കണം. ദാറുൽ ഖുർആന്റെ അക്കൗണ്ട് നമ്പർ ഇതോടുകൂടിയുണ്ട്. നിങ്ങൾ ദാറുൽ ഖുർആൻ സഹായിക്കണം. ബിൽഡിങ്ങിന് അനവധി പണം ആവശ്യമുണ്ട്. ബിൽഡിംഗ് രൂപപ്പെട്ട് കുട്ടികൾക്ക് അതിൽ പഠിക്കാനും കുട്ടികൾക്ക് താമസിക്കാനുമുള്ള സൗകര്യം ഇല്ലാത്തത് കൊണ്ടാണ് വളരെ അത്യാവശ്യപ്പെട്ടാണ് ബിൽഡിംഗ് നിർമ്മിച്ചുകൊണ്ടിരിക്കുന്നത്. നിഅമത്തുള്ളവർ നിങ്ങളെ കൂട്ടത്തിലുണ്ടല്ലോ. ബഹുമാനപ്പെട്ട സയ്യിദ് സാദിഖ് അലി ശിഹാബ് തങ്ങളാണ് ഇതിന്റെ പ്രസിഡന്റ്. നിങ്ങളെല്ലാവരും ദാറുൽ ഖുർആനെ സഹായിക്കണം. ദാറുൽ ഖുർആൻ ഉമ്മത്ത് മുസ്ലിമത്തിന് അഹ്ലു സുന്നക്ക് നാളത്തേക്കുള്ള ഒരു അസറ്റാണ്. നിങ്ങൾ ദാറുൽ ഖുർആനെ സഹായിക്കണമെന്ന് വളരെ താഴ്മയോടെ നിങ്ങളോട് അപേക്ഷിച്ചുകൊണ്ട് റബ്ബനാ അലൈക തവക്കൽനാ വഇലൈക അനബ്നാ വഇലൈക്കൽ മസീർ ഹസ്ബുനല്ലാഹു വനിഅമൽ വകീൽ നിഅമൽ മൗലാ വനിഅമൻ നസീർ വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അളീം റബ്ബനാ ആതിനാ ഫിദ് ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബൻ നാർ വഅദ്ഖിൽനാൽ ജന്നത മഅൽ അബ്റാർ യാ അസീസ് യാ ഗഫാർ يا عزيز يا غفار يا عزيز يا غفار برحمتك يا ارحم الراحمين يا ارحم الراحمين يا ارحم الراحمين بفضل صلى الله على سيدنا محمد صلى الله عليه وسلم صلى الله على سيدنا محمد صلى الله عليه وسلم اللهم صل على سيدنا محمد والآل والأصحاب سلم وصل على جميع الأنبياء والمرسلين والحمد لله رب العالمين.